സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം നിയമസഭ തള്ളിയിരിക്കുകയാണ്. ഇതോടെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ നൽകിയ അതേ മറുപടിയാണ് ധനമന്ത്രി ഇപ്പോഴും നൽകുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തിയത്. എന്നാൽ കണക്കുകൾ പറയുകയാണ്, ബജറ്റ് കണക്കുകളാണ് താൻ പറയുന്നതെന്നാണ് ധനമന്ത്രി വിശദീകരിച്ചത്. കേന്ദ്രം നൽകാനുള്ള കണക്കുകൾ പറയേണ്ടേ എന്നും പ്രതിപക്ഷത്തോട് ചോദിക്കുകയാണ് ധനമന്ത്രി. എന്നാൽ ധനമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത്. കഴിഞ്ഞ തവണ പറഞ്ഞതിനേക്കാൾ ഒന്നും കൂടുതലായി ധനമന്ത്രിക്ക് പറയാനില്ല. ഇത്തരത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ചൊരു ചർച്ച വെച്ചപ്പോൾ പുതിയതായി ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികളോ പ്ലാനുകളോ ഉണ്ടാകും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു വാക്കുപോലും അധികമായി പറയാനില്ല ധനമന്ത്രിക്ക് എന്ന് കുറ്റപ്പെടുത്തുകയാണ് പ്രതിപക്ഷ നേതാവ്. അടിയന്തര പ്രമേയം തള്ളിയതോടെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുന്നു. ഇപ്പോൾ ഗവർണറുടെ നയപ്രഖ്യാപനത്തിലുള്ള നന്ദി പ്രമേയ ചർച്ച തുടരുകയാണ്. എം.പി. രാജേഷും എക്സൈസ് മന്ത്രി എം.പി. രാജേഷും ഒപ്പം പ്രതിപക്ഷ നേതാവും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റവും ഉണ്ടായി. ലൈഫ് പദ്ധതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാദങ്ങൾ തള്ളി എം.പി. രാജേഷ് രംഗത്തെത്തുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധനമന്ത്രിയുടെ മറുപടിയായിരുന്നു. പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ധനമന്ത്രി മറുപടി നൽകിയത്. കേരളം നിന്നുപോകുന്ന അവസ്ഥയില്ല, ഏതെങ്കിലും തരത്തിൽ വണ്ടി നിന്നുപോകുന്ന അവസ്ഥയില്ല എന്ന് ധനമന്ത്രി പരിഹസിക്കുകയാണ് പ്രതിപക്ഷത്തെ. പക്ഷേ കേന്ദ്രം നൽകാനുള്ള വിഹിതം തന്നേ പറ്റൂ, അക്കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടേ, അക്കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടേ എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. ഒപ്പം നവകേരള സദസ്സ് ഉൾപ്പെടെയുള്ള സർക്കാർ പരിപാടിയായിരുന്നു എന്ന പ്രതിപക്ഷ വിമർശനങ്ങൾക്കെല്ലാം മറുപടിയായി നവകേരള സദസ്സ് സർക്കാർ പരിപാടിയായിരുന്നു. അതിൽ ബസിന്റെ പേരിൽ ഉൾപ്പെടെ ബഹളമുണ്ടാക്കി. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ബസ് എങ്ങനെയാണ് ന്യായ് യാത്രയ്ക്ക് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ധനമന്ത്രി. അത്തരത്തിൽ രൂക്ഷമായ വാദപ്രതിവാദങ്ങളാണ് അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ സഭയിൽ ഉണ്ടായത്. ഏതായാലും പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം നിയമസഭ തള്ളിയിരിക്കുകയാണ്. പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയും ചെയ്തിരിക്കുന്നു. ധനമന്ത്രി വിശദമായ മറുപടിയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് നിയമസഭയിൽ നൽകുകയും ചെയ്തത്. റോഷിബാൽ ചേരുന്ന വിവരങ്ങളുമായി. റോഷിബാൽ, ഏറ്റവും ഒടുവിൽ കേന്ദ്രത്തിനെതിരായ സമരത്തിന് പ്രതിപക്ഷത്തെ വീണ്ടും ക്ഷണിച്ചുകൊണ്ടാണ് ധനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. പക്ഷേ ധനമന്ത്രിയുടെ മറുപടി കഴിഞ്ഞ തവണത്തേക്കാൾ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തൊക്കെയായിരുന്നു അടിയന്തര പ്രമേയ ചർച്ചയിൽ വന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? വിനീത, നേരത്തെ തന്നെ പ്രതിപക്ഷം സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് മാത്രമല്ല എന്ന കുറ്റപ്പെടുത്തൽ അത് ആവർത്തിക്കുന്നുണ്ട് പ്രതിപക്ഷം. സംസ്ഥാനം നികുതി പിരിക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തിയെന്ന ആരോപണം അത് കുറച്ചു കാലമായി പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നുണ്ട്. ആ ആരോപണം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം. കൃത്യമായി നികുതി പിരിക്കുന്നില്ല, വലിയ രീതിയിൽ നികുതി വെട്ടിപ്പ് സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അത് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണമാണെന്ന് ചൂണ്ടിക്കാണും. മറ്റൊന്ന്, ധൂർത്ത് തുടരുന്നു. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന കാര്യം പറയാതെ ധൂർത്ത് സർക്കാർ തുടരുകയാണ്. ഒപ്പം ഇതിൽ ഒരു കാരണം മാത്രമാണ് കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക നിലപാട്. കേന്ദ്രം സംസ്ഥാനത്തോട് സ്വീകരിക്കുന്ന ഈ നിലപാട് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു കാരണം മാത്രമാണെന്ന് പറയുന്നു. പക്ഷേ കേന്ദ്ര നയം മാത്രമാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണമെന്നാണ് ധനമന്ത്രിയും ഒപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്ത ഭരണകക്ഷിയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത MLA-മാരൊക്കെ പറഞ്ഞത് അതുതന്നെയാണ്. കാരണം കേന്ദ്രം സംസ്ഥാനത്തിന് നൽകാനുള്ള തുക കൃത്യസമയത്ത് നൽകുന്നില്ല, അത് പിടിച്ചു വെക്കുന്നു, വായ്പാ പരിധി കുറയ്ക്കുന്നു, അവിടെ നിയന്ത്രിക്കുന്നു. ആ തരത്തിൽ സംസ്ഥാനത്തെ വികസന പദ്ധതികളൊക്കെ തടയുന്ന തരത്തിലേക്ക് കേന്ദ്രത്തിൻ്റെ നിലപാടുകൾ വരുന്നു. അതുകൊണ്ട് കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിൽ പ്രതിപക്ഷവും പങ്കെടുക്കണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി നമുക്ക് കിട്ടാനുള്ള സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ അത് പിടിച്ചെടുക്കാൻ, അത് ലഭിക്കുന്നതുവരെയുള്ള പോരാട്ടത്തിൽ ഒപ്പം ചേരണം എന്ന ആവശ്യമാണ് ധനമന്ത്രി വീണ്ടും അത് ആവർത്തിക്കുന്നത് നിയമസഭയിൽ. പക്ഷേ ഈ നികുതി പിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി അതിജീവിക്കാനോ ഉള്ള ഒരു തരത്തിലുള്ള പദ്ധതികളോ ഒരു കാര്യങ്ങളും ആസൂത്രണം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ധനമന്ത്രിയുടെ ഈ മറുപടി അത് നേരത്തെ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ ചർച്ചയിൽ നൽകിയ സമാനമായ മറുപടിയാണ്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം ഇപ്പോൾ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയത്. റോജി എം ജോണാണ് പ്രതിപക്ഷ നിരയിൽ നിന്നും ഈ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. നേരത്തെയും സമാനമായ ചർച്ചകളുണ്ടായിരുന്നു. ഈ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ, സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള
സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നിഷേധിക്കുന്നതിനെതിരെ നിലപാട് അതിന് ശക്തമായി അനുകൂലിക്കുന്നു. ആ കേന്ദ്രത്തിന്റെ നിലപാടിനെതിരാണ് പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ തന്നെ കേന്ദ്രത്തിന്റെ നയങ്ങൾ മാത്രമല്ല സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന ആക്ഷേപമാണ്. ആ നിലപാടാണ് വീണ്ടും സഭയിൽ പ്രതിപക്ഷം ആവർത്തിക്കുന്നത്. ഏതായാലും കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ നടക്കുന്ന സമരത്തിൽ പ്രതിപക്ഷം പങ്കെടുക്കില്ലെന്ന് നേരത്തെ അറിയിച്ചതാണ്. വീണ്ടും പക്ഷേ എങ്കിൽ പോലും വീണ്ടും ധനമന്ത്രി ആ ഒരു അഭ്യർത്ഥന പ്രതിപക്ഷത്തോട് ഇതിന് മുന്നിലേക്ക് വെക്കുകയുണ്ടായി. ശരി, ഏതായാലും അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. സംസ്ഥാനത്ത് എല്ലാം നിന്നു പോകുന്ന അവസ്ഥയില്ല എന്നാണ് ധനമന്ത്രി വിശദീകരിക്കുന്നത്. പക്ഷേ കണക്കുകളൊന്നും ശരിയല്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. റോഷിപ്പാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.